ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ഫൺ സൈറ്റ്സ് മീ ജൂലിയ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഗെയിമൊക്കെ കളിക്കാൻ ഇഷ്ടമാണോ? ഗെയിം എന്ന് പറയുന്നത് ഒരു എൻ്റർടൈൻമെൻ്റ് ആണല്ലേ. അതായത് സമയം പോകുന്നതേ അറിയത്തില്ല. ഇങ്ങനെ വെറുതെ നമ്മൾ സമയം കളയുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇല്ല. ഗെയിം കളിക്കുകയും വേണം, അതായത് ഒരു എൻ്റർടൈൻമെൻറ്റ് ലഭിക്കുകയും വേണം, ഒപ്പം ഏൺ ചെയ്യാനും പറ്റണം. അതാണ് ശരിക്കുള്ള ഗെയിം. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നത്തെ നമ്മുടെ പ്രോജക്റ്റ് എന്തോ ഒരു ഗെയിമിംഗ് പ്രോജക്റ്റ് ആണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ഏതാണ്ടൊരു ഊഹം കിട്ടിയിട്ടുണ്ടായിരിക്കും. അതെ, നൂറുകണക്കിന് വർഷങ്ങളായിട്ട് ആളുകൾ കളിച്ചു വരുന്ന ചൈനയുടെ ട്രഡീഷണൽ ഗെയിമായ മാജോ ഇപ്പോൾ മോഡേൺ ടെക്നോളജി ഉപയോഗിച്ച് ഒരു കംപ്ലീറ്റ് ഡിജിറ്റൽ എക്കോസിസ്റ്റം ആക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു പ്രോജക്റ്റാണ് മാജോ സ്റ്റാർസ്. സോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ മാജോ സ്റ്റാർസ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റിനെ കുറിച്ചിട്ടാണ്. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും കൂടെ ഞാനിവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. മാജോ സ്റ്റാർസ് എന്ന് പറയുന്നത് ഒരു സാധാരണ ഓൺലൈൻ ഗെയിം അല്ല, AI പവേർഡ് Web3 മൾട്ടിപ്ലെയർ പ്ലാറ്റ്ഫോം ആണെന്ന് തന്നെ നമുക്ക് പറയാം. ട്രഡീഷണൽ മാജോൻ്റെ കോർ എസെൻസ് പ്രിസർവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ഓണർഷിപ്പ്, അതുപോലെ തന്നെ ഗ്ലോബൽ മാച്ച് മേക്കിംഗ് പോലുള്ള അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഇതിലവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ പല മാജോ പ്ലാറ്റ്ഫോംസിനും ഔട്ട്ഡേറ്റഡ് UI, കോംപ്ലക്സ് നാവിഗേഷൻ, പുവർ ഓൺബോർഡിംഗ് പോലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ യൂസേഴ്സിന് കളി പഠിക്കാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതേസമയം പല Web3 ഗെയിംസും വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വാലിഡ് ഡിപ്പെൻഡൻസിയും പേ ടു വിൻ മെക്കാനിസം ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ പലർക്കും അത് കംഫർട്ടബിൾ ആവുകയില്ല. ഈ ഒരു പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനാണ് നമ്മുടെ മാജോ സ്റ്റാർസ് ഫോക്കസ് ചെയ്യുന്നത് തന്നെ. ക്ലീൻ UI, യൂസർ ഫ്രണ്ട്ലി ഡിസൈൻ, ഫെയർ ഗെയിം പ്ലേ, ട്രാൻസ്പെറൻറ്റ് സിസ്റ്റംസ് എന്നിവയൊക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ Web3 ഫീച്ചേഴ്സ് കംപ്ലീറ്റ്ലി ഓപ്ഷണൽ ആക്കിയിട്ടുണ്ട്. അതായത് ക്രിപ്റ്റോ അറിയാത്ത ആളുകൾക്ക് പോലും ഇതൊരു നോർമൽ ഗെയിം പോലെ തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു പ്രത്യേകത. മാജോ സ്റ്റാർസ് ഒരു ഡ്യുവൽ ലെയർ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത്. ആദ്യത്തെ ലെയർ എന്ന് പറയുന്നത് പ്യുവർ ഗെയിം പ്ലേയിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഇവിടെ പ്ലെയേഴ്സിന് മാച്ചസ് കളിക്കാനും അതുപോലെ തന്നെ ടൂർണമെൻറ്റ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും AI അസിസ്റ്റൻസിനെ ഉപയോഗിക്കാനും സിമ്പിൾ ഇൻ ഗെയിം കറൻസിയൊക്കെ ഉപയോഗിച്ചിട്ട് പ്രോഗ്രസ് ചെയ്യാനൊക്കെ കഴിയും. ഇവിടെ ക്രിപ്റ്റോ നോളജിൻ്റെ ആവശ്യമേ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ലെയർ എന്ന് പറയുന്നത് Web3 സൈഡാണ്. ഇവിടെ ഡിജിറ്റൽ അസറ്റ് ഓൺഷിപ്പ്, അതുപോലെ തന്നെ മാർക്കറ്റ് പ്ലേസ് ട്രാൻസാക്ഷൻസ്, സ്റ്റേക്കിങ്, ഗവർണൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവിടെയാണ് നടക്കുന്നത്. ക്യാരക്ടേഴ്സ്, ഐറ്റംസ് പോലുള്ള അസറ്റ്സ് ഒക്കെ ബ്ലോക്ക് ചെയിനിൽ വെരിഫൈ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ പ്ലെയേഴ്സിന് അവരുടെ അസറ്റ്സ് എല്ലാം യഥാർത്ഥത്തിൽ ഓൺ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൂടെ കാഷ്വൽ പ്ലെയേഴ്സിനും Web3 യൂസേഴ്സിനൊക്കെ ഒരേ പ്ലാറ്റ്ഫോമിൽ കംഫർട്ടായിട്ട് എൻഗേജ് ചെയ്യാൻ കഴിയുന്ന ഒരു ഫ്ലെക്സിബിൾ സിസ്റ്റമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവർ ഗെയിമൊക്കെ ലോഞ്ച് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. സോ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ, എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ അന്നേരം നിങ്ങൾക്ക് പറഞ്ഞു തരാം. സോ ഇപ്പോൾ അവർ ഗെയിം ലോഞ്ച് ചെയ്തിട്ടില്ല നിലവിൽ. സോ ഇപ്പോൾ നിലവിൽ നമുക്ക് എയർ ഡ്രോപ്പും കാര്യങ്ങളും മാത്രമേ ഇപ്പോൾ ലൈവായിട്ടുള്ളൂ. സോ ആ ഒരു കാര്യം തന്നെ നമുക്ക് ഫോക്കസ് ചെയ്യാം. സോ എങ്ങനെയാണ് ഇവരുടെ ഈ ഒരു എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളിലേക്ക് തന്നെ നമുക്ക് കടക്കാം. സോ ഒട്ടും താമസിപ്പിക്കാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് വഴി സൈറ്റിലേക്ക് കയറുക. അപ്പോൾ അത് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും വരിക. നിങ്ങളവിടെ ആദ്യം നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യണം. ആസ് യൂഷ്വൽ ഞാൻ ഇവിടെ OKX ആണ് കണക്ട് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ വാലറ്റ് ഏതാണെന്ന് വെച്ചാൽ കണക്ട് ചെയ്യുക. സോ വാലറ്റ് കണക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മുകളിലായിട്ട് നിങ്ങൾക്ക് പ്രൊഫൈൽ കാണാം. ജസ്റ്റ് എടുക്കുക. ദെൻ അവിടെ നിങ്ങൾ എഡിറ്റ് പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. എഡിറ്റ് പ്രൊഫൈൽ കൊടുക്കുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ എബൌട്ടും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ചോദിക്കും. അതുപോലെ തന്നെ അക്കൗണ്ട്സ് ആൻഡ് വാലറ്റ്സ് എന്നുള്ള സെക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ അക്കൗണ്ട്സ് എല്ലാം തന്നെ നിങ്ങളിവിടെ കണക്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇതെല്ലാം ചെയ്തിട്ട് സേവ് ചേഞ്ചസ് കൊടുക്കുക, അത് മറക്കരുത്. ഓക്കെ, ദെൻ ഇവിടെ നിങ്ങൾക്ക് താഴേക്ക് വരുമ്പോഴത്തേക്കും കുറേ ടാസ്കുകളൊക്കെ കാണാം. ഈസി സിമ്പിളായിട്ടുള്ള ടാസ്കുകളൊക്കെയാണ്. ജസ്റ്റ് അവരുടെ പോസ്റ്റുകൾ ലൈക്ക് ചെയ്യുക, റീട്വീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. ആ ഒരു ടാസ്കുകളെല്ലാം തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യുക. ആൻഡ് ഇവിടെ ലാസ്റ്റ് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അവിടെ ഡെയിലി ക്ലെയിം കാണാനായിട്ട് സാധിക്കും. സോ ഇത് ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമാണ്, മിസ്സാക്കാതെ ചെയ്യണമെന്നുള്ളത് പ്രത്യേകം ഓർക്കുക. ഓക്കെ,
അപ്പോൾ ഡെയിലി ക്ലെയിം നിങ്ങൾ ചെയ്യണം. ഡെയിലി 5 പോയിൻറ്റ്സ് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് അവിടെ ലഭിക്കുക. സോ ഡെയിലി ക്ലെയിം മസ്റ്റായിട്ടും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ ഇവിടെ ചെയ്യാനായിട്ടുള്ളത്. ജസ്റ്റ് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുക ആൻഡ് അതുപോലെ തന്നെ ഡെയിലി ടാസ്കും ചെയ്യുക. ഓക്കെ, അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. സോ ഇതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ആൻഡ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം, കറക്റ്റായിട്ട് വാച്ച് ചെയ്യണം, അതെല്ലാം തന്നെ കൃത്യമായിട്ട് ചെയ്യാനും ശ്രമിക്കണം. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിനകത്ത് പറയാനായിട്ട്. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഡൗട്ട്സ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ അത്രയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ വരുന്നവരെ ബൈ ഗായ്സ്.